ഇതിപ്പോ അനുമോൾ അവാർഡ് കിട്ടിയപ്പോഴേ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നു, ഒരുപാട് പേര് പോസിറ്റീവ് പറയുന്നു. ചേട്ടൻ എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്ക് പോസിറ്റീവ് പറയാനുള്ളൂ, എനിക്ക് നെഗറ്റീവ് പറയാനൊന്നുമില്ല. എന്തായാലും നെഗറ്റീവ് പറയേണ്ടത് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടിയതിനെ പറ്റി നമ്മളെന്തിനാ നെഗറ്റീവ് പറയേണ്ട ആവശ്യം? ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല. അവൾ നല്ലോണം കളിച്ചു, നല്ലോണം കണ്ടന്റ് കൊടുത്തു, ആവശ്യത്തിന് PR കൊടുത്തു, അവൾ ജയിച്ചു. എന്താണ് പക്ഷെ PR കൊണ്ട് മാത്രം ഒന്നും ജയിക്കാൻ പറ്റില്ല. PR വേറെ കൊടുത്തവരുണ്ടല്ലോ, അവരൊന്നും ജയിച്ചില്ലല്ലോ. അവരൊക്കെ പല ആഴ്ചകളിലായിട്ട് അവരൊക്കെ ഔട്ടായിട്ടല്ലോ. അപ്പോൾ എന്താ അത് PR അല്ലേ? PR കൊടുത്തവർക്കും നിൽക്കാൻ, PR കൊടുത്താൽ മാത്രം പോലെ അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യണം. പോയി കടത്തുറങ്ങി കഴിഞ്ഞാൽ കിട്ടൂല. ഇവള് കൊടുത്തു, അവൾ കരച്ചിൽ കരയേണ്ടത് കൊടുത്തു, പിന്നെ ചിരിക്കാനുള്ളത് കൊടുത്തു, സൗഹൃദം കൊടുത്തു, അവൾ ഫൈറ്റ് ചെയ്തു, അവൾ ചെറിയ ചെറിയ നല്ല മൊമെൻറ്റ്സ് കൊടുത്തു, ക്യൂട്ട് മൊമെൻറ്റ്സ് കൊടുത്തു, ഒരാളുടെ ഒരു ഇഷ്ടം പിടിച്ചു വരുന്ന രീതിയിൽ എക്സ്പ്രഷൻസ് കൊടുത്തു, എല്ലാം കൊടുത്തു. എന്താ ഒരു ഷോയ്ക്ക്, ഒരു ബിഗ് ബോസ് ഷോയ്ക്ക് ഇതൊന്നും അല്ലേ ആവശ്യം? ഈ ബിഗ് ബോസ് ഷോയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവൾ കൊടുത്തു. ഷീ ഡിസേർവ് ഇറ്റ്. ലാസ്റ്റ് അനീഷിന്റെ ഒരു ലവ് ട്രാക്ക് എന്തായിരുന്നു? റിയൽ ആയിരുന്നു, ഫേക്ക് ആയിട്ടാണോ ചേട്ടൻ ഫീൽ ചെയ്തത്? അത് അനീഷിനോട് ചോദിക്കണം. എന്ന് വെച്ചാൽ മേ ബി എനിക്ക് തോന്നുന്നത്, ഞാൻ അതിന്റെ ക്ലിപ്പിംഗ്സ് കണ്ടപ്പോൾ, നമ്മളവിടെ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ക്ലിപ്പിംഗ്സ് കണ്ടപ്പോൾ അവളുടെ ഇതും പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ച് ഒരു ആണിന്റെ മനസ്സിളക്കാൻ ഇതൊക്കെ മതി. ഒരു പെണ്ണിന്റെ സ്നേഹം കൊതിച്ച് നടക്കുന്ന ഒരാളായിരുന്നു നമ്മൾ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്നിട്ട് കിട്ടിയത് മുഴുവൻ സ്നേഹമാണ്. അനീഷ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാൾ സംബന്ധിച്ചിടത്തോളം അവിടെ കിട്ടിയ മുഴുവൻ സ്നേഹം. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോലും അവന് താല്പര്യമില്ലായിരുന്നു. അനീഷ് ആദ്യം ഒറ്റപ്പെട്ട് നാടൻ കളിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. അത് മാറ്റേണ്ടി വന്നു, അവസാനം മാറ്റാൻ നിർബന്ധിതനായി പോയി. അനീഷ് അല്ല, മാറ്റാൻ നിർബന്ധമൊന്നുമില്ല. അതിനനുസരിച്ച് മാറുന്നതാണോ, ആൾക്കാർ മാറും. എന്നുവെച്ചാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റിൽ കാണുന്ന ആറ്റിറ്റ്യൂഡൊന്നും ആയിരിക്കില്ല. ഈ പറഞ്ഞ ഞാൻ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റിൽ തന്നെ ഭയങ്കര ആവേശം തള്ളിച്ചല്, ഞാൻ എന്തൊക്കെയൊക്കെ വിളിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ ഒതുങ്ങി അങ്ങനെയല്ല വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നതാണ്. അങ്ങനെ ഒറ്റപ്പെടാൻ പാടില്ല എന്ന് അനീഷിന് മനസ്സിലായി. ലാസ്റ്റ് വീക്കുകളിൽ അനീഷ് ഭയങ്കര കെയറിങ് ആയിരുന്നു. ഓക്കെ.